ഹേ ഗായ്സ്, അൽവിൻസ് ആർട്ടിസ്റ്റിൻ്റെ മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരു വർഷത്തിൻ്റെ ബ്രേക്കിന് ശേഷം നമ്മൾ പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിനി വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ റെഗുലറായിട്ട് വീഡിയോ ഇടാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം ഈ ഒരു വണ്ടി ഉണ്ടല്ലോ, ഈ ഒരു വണ്ടിയുടെ ഒരു ഫോട്ടോഷൂട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ മെയിൻ താരമായിട്ടുള്ള നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വിൻറ്റേജ് ബെൻസ് W123 മോഡൽ വൈറ്റ് കളറായിട്ടുള്ള ഇതാണ്. ഇനി ഇതിലേക്കാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡെക്കറേറ്റിംഗ് സാധനം ഉണ്ടാക്കാം. നമ്മുടെ കാർ ഡെക്കറേറ്റ് ചെയ്യാൻ നമ്മൾ എടുത്തേക്കുന്നത് ഈ ഒരു സംഭവമാണ്. എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയൊരു ബൊക്ക പോലെ നമ്മുടെ ഈ വെഡ്ഡിങ് കാറൊക്കെ കാണില്ലേ, ആ ഒരു മാതിരി നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനാണ്. അപ്പോൾ അതിനുള്ള ഫ്ലവർ ഉണ്ടാക്കാനാണ് നമ്മളിത് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഫ്ലവറിൽ ഉണ്ടാക്കുന്നതൊക്കെ കിടക്കാം. ഈ ഫ്ലവർ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ നൂലെടുക്കുക, ചെറിയൊരു കെട്ടിട്ട് കൊടുക്കുക, ഇത്രേ ഉള്ളൂ പരിപാടി. ഇവിടെ വെച്ച് ഈ സംഭവം തീർന്നു. നമ്മൾ ഇനി ഇത് കെട്ടിയിട്ടെന്ന് പറയുമ്പോൾ ഈ കെട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അതാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഇപ്പുറത്തെ ഭാഗത്തെ നൂല് നമ്മൾ മുറിച്ച് കളയും. അങ്ങനെ നമുക്കൊരു 10-25 വേണ്ട, ചെറിയ കാറായതുകൊണ്ട് ഒരു കൂടിപ്പോയ ഒരു 5 അതൊക്കെ മതി. ഇത് സെറ്റ് ചെയ്തിട്ട് ഇതെല്ലാം ഒരുമിച്ച് വെക്കുമ്പം അത്യാവശ്യം നന്നായിട്ട് വരും. നമുക്കിനി ഇത് മുറിച്ച് സെറ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, ഇതാട്ടോ എൻ്റെ മോഡൽ. ഞാൻ അങ്ങനെ ഒരു 3 ഉണ്ടാക്കിയിട്ടുണ്ട്. അത്യാവശ്യം ചെറിയൊരു റോസാപ്പൂ പോലെ. നമ്മൾ ഫ്ലവർ ഡീറ്റെയിൽ ചെയ്യുന്നില്ല, ആ ചെറുതല്ലേ, അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡിൽ കൊടുക്കുന്ന പച്ചപ്പ് അത് നമുക്കിനി അടുത്ത് നോക്കാം. ഗൈസ്, പച്ചപ്പന് യൂസ് ചെയ്തേക്കുന്ന സാധനം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സ്പോഞ്ച് വെച്ചുള്ള സംഭവം നിങ്ങൾക്ക് നോക്കി അറിയാൻ എൻ്റെ പഴയ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ട്രീ ഉണ്ടാക്കാൻ ആ വീഡിയോയ്ക്കകത്തൊക്കെ ഇട്ടിട്ടുള്ള സംഭവമാണിത്. സ്പോഞ്ച് വെച്ചുണ്ടാക്കുന്നത് അതേ സെയിം സാധനം തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ഇനി ഇപ്പോൾ ഏകദേശം നമ്മുടെ ഐറ്റംസൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ടും വെച്ച് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. ഫൈനലി ഒരു പേപ്പറിൻ്റെ പൊക്കത്തേക്ക് നമ്മുടെ സാധനം എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ലതായിട്ട് മാക്സിമം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള പരിപാടി എന്ന് പറയുമ്പോൾ നമ്മുടെ കാറിൻ്റെ പൊക്കത്തേക്ക് ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിനി കാറിൻ്റെ പൊക്കത്തേക്ക് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഇതാട്ടോ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. ഈ കാറിൻ്റെ കളർ എന്ന് പറയുമ്പോൾ വെള്ള ആയതുകൊണ്ട് മാക്സിമം ഇത് നല്ലപോലെ സൂട്ടബിൾ ആവുന്നുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ നമുക്കിനി ഫൈനലിൻ്റെ ഫോട്ടോ വർക്കിലേക്ക് നമുക്ക് കിടക്കാം. ഇതാട്ടോ ഗൈസ് നമ്മുടെ കാറിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഇതുപോലത്തെ പുതുപുത്തൻ നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ബൈ.